ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പവാർ കുടുംബത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. പൂനെക്കടുത്താണ് ഈ സ്ഥലം എന്ന്. അദ്ദേഹം രാവിലെ മുംബൈയിൽ നിന്ന് ബാരാമതിയിൽ ഒരു പരിപാടി പങ്കെടുക്കാനായി തിരിച്ചു എന്നാണ് വാർത്തകൾ കേട്ടത്. പെട്ടെന്നുണ്ടായ ഈ വിമാന അപകടം മഹാരാഷ്ട്രയ്ക്ക് ഒരു വലിയ പ്രഹരമാണ്. അവിടെ നമുക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ NSUയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലെ ചുമതല കൂടി ഉള്ളപ്പോൾ വളരെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. സമർത്ഥനായ ഒരു ഭരണാധികാരി, ജനനേതാവ് എന്ന നിലയിലെല്ലാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്. 6 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പം ധനകാര്യ വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. സമർത്ഥനായ, കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ശരത് പവാറിൻ്റെ അനന്തരവനാണ്. അദ്ദേഹവുമായിട്ടും ഇണങ്ങിയും പിണങ്ങിയും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള വ്യക്തിയാണ്. നല്ല ഒരു സുഹൃത്താണ്. നല്ല ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മരണം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ഇന്ത്യക്കും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയ്ക്കും ഒരു കനത്ത നഷ്ടമാണ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ അജിത് പവാറുമായി പലപ്പോഴും നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം നമ്മുടെ പറയുന്ന. NSUവിൻ്റെ ദേശീയ പ്രസിഡന്റായിട്ട് ചെന്നിത്തല ജോലി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.